പൂഞ്ഞാറിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അതായത് BJP ഇറക്കിയ ഒരു 4,45,00,000 രൂപയുടെ ഫണ്ട് വെട്ടിപ്പ് നടത്തിയെന്നുള്ള ഒരു വിവാദ പരാമർശം PC ജോർജ് നടത്തിയിരുന്നു. ഈ ആരോപണം ഉന്നയിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ഒരു ജനറൽ സെക്രട്ടറി ഉണ്ട് സജി കുര്യക്കാട്. പുള്ളിയെക്കുറിച്ചാണ് ആരോപണം ഉന്നയിച്ചത്. പുള്ളി ഈ സജി കുര്യക്കാട് ഇത് തള്ളുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. തൊട്ടു പിന്നാലെ PC ജോർജ് തനിക്ക് തെറ്റുപറ്റിയതാണെന്നും എരുമേലി നടന്ന ഒരു സമ്മേളനത്തിനിടയിലാണ് PC ജോർജ് ഇത് പറഞ്ഞത്. തനിക്ക് തെറ്റുപറ്റിയെന്നും അപ്പോൾ അങ്ങനൊരു സംഭവമേ നടന്നിട്ടില്ല, സജി കുര്യാക്കോട് സത്യസന്ധനാണ്, എനിക്ക് അബദ്ധം പറ്റിയതാണ്, മാപ്പ് തരണമെന്നൊക്കെ പറഞ്ഞ് മാധ്യമങ്ങൾക്ക് മുന്നിൽ PC ജോർജ് എത്തുകയും ചെയ്തു. അപ്പം ഈ സംഭവം നമുക്ക് ഈ PC ജോർജ് സാധാരണ വായി തോന്നുന്നൊക്കെ വിളിച്ചു പറയും. പിന്നെ ഏതെങ്കിലുമൊക്കെ സമ്മർദ്ദം വരുമ്പോൾ പാർട്ടി തലത്തിലോ അല്ലാതെയോ സമ്മർദ്ദം വരുന്ന സമയത്ത് ഇത് മാറ്റി പറയാറുണ്ട്. സ്ഥിരമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. അങ്ങനെ മാത്രമേ ഇതിനെ കാണാൻ പറ്റുള്ളൂ. അങ്ങനെയല്ല. PC ജോർജിനെ സംബന്ധിച്ചിടത്തോളം PC ജോർജ് ഒരു വാപോയ കോടാലിയാണെന്ന് കേരളത്തിലുള്ള എല്ലാവർക്കും അറിയാം. ആരോപണം ഉന്നയിക്കുക, തള്ളിപ്പറയുക, ഉന്നയിക്കുക, തള്ളിപ്പറയുക, യൂട്ടേൺ അടിക്കുക. ഇത് PC ജോർജിനെ സംബന്ധിച്ചിടത്തോളം PC ജോർജിന്റെ ഒരു സ്വഭാവ സവിശേഷതയാണ്. അങ്ങനെ പറയുന്നത് കുറച്ചുകൂടെ ശരി. ഒരു സ്വഭാവ സവിശേഷത തന്നെയാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ PC ജോർജ് ഒരു ഘട്ടത്തിൽ ഉമ്മൻചാണ്ടിയെ കുറിച്ച് പറഞ്ഞത് കേരളത്തിലുള്ള ജനങ്ങൾ കോൺഗ്രസ്സുകാർക്ക് മുഴുവൻ കനത്ത തിരിച്ചടി. കോൺഗ്രസ്സുകാർക്കെന്ന് മാത്രമല്ല, ഉമ്മൻചാണ്ടിയെ കുറിച്ച് PC ജോർജ് പറഞ്ഞ അങ്ങേ അറ്റത്ത് അനാവശ്യം എത്രത്തോളം ഭീകര ഇമ്പാക്റ്റാണ് ഉണ്ടാക്കിയെന്ന് ആലോചിച്ച് നോക്കും. പാവപ്പെട്ട ഒരു നേതാവിനെ കുറിച്ച് അനാവശ്യം പറഞ്ഞ് പരത്തുക എന്ന് പറയുന്ന ഒരു രീതി, അത് പക്ക അനാവശ്യം എന്നതിനപ്പുറത്തേക്ക് അതിന് വേറൊരു വാക്കാ ഉപയോഗിക്കേണ്ടത്. അങ്ങനെ പറഞ്ഞ ഒരു നേതാവാണ് PC ജോർജ്. അങ്ങനെയുള്ള PC ജോർജിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പുതിയ ആരോപണമൊന്നുമല്ല. പിന്നെ നിലപാടില്ലാത്തൊരു വ്യക്തിയാണ് PC ജോർജ്. PC ജോർജിന്റെ പൊതു സവിശേഷത എങ്ങനെയാണ്? നിലപാടില്ല. നമുക്കറിയാം PC ജോർജ് കേരളത്തില് പിന്നെ എത്ര പാർട്ടികളിൽ മാറി മാറി നിന്നെന്ന് ആലോചിച്ചു നോക്കും. മാണി സാറിന്റെ കൂടെ നിൽക്കുന്നു, ഇപ്പുറത്ത് കോൺഗ്രസിലേക്ക് വരുന്നു, വീണ്ടും വേറെ മാണി സാറിന്റെ കൂടെ നിൽക്കുന്നു, കോൺഗ്രസിലേക്ക് വരുന്നു. പിന്നീട് ഏറ്റവും ഒടുവിൽ ജനപക്ഷം എന്ന് പറയുന്നൊരു പാർട്ടി ഉണ്ടാക്കി. ആലോചിച്ച് നോക്കണം. ജനപക്ഷം എന്ന് പറയുന്നൊരു പാർട്ടി ഉണ്ടാക്കിയിട്ട് ഈ PC ജോർജ് ഒറ്റയ്ക്ക് മത്സരിച്ചു. സ്വതന്ത്രൻ ജനപക്ഷ നേതാവ് എന്ന് പറഞ്ഞുകൊണ്ട് കുറേയധികം ആൾക്കാരുണ്ടായിരുന്നു. എന്നിട്ട് എന്ത് ചെയ്തു? ഈ ജനപക്ഷത്തെ NDAയുമായി ലയിപ്പിച്ചു. ജനപക്ഷം ആദ്യം UDFന്റെ ഭാഗമായിരുന്നു. അതിനുശേഷം ഈ ജനപക്ഷത്തെ കൊണ്ടുവന്നിട്ട് പിന്നെ ഇതിനകത്ത് കൊണ്ടുവന്ന് LDFന്റെ പാളയത്തിൽ കൊണ്ട് കെട്ടി. LDFന്റെ കൂടെ നിന്നു PC ജോർജ്. ഇത് എങ്ങനെയൊക്കെയാണ് ഈ PC ജോർജ് പോകുന്നതെന്ന് അറിയില്ല. എന്നിട്ട് എന്ത് ചെയ്തു? NDAയിൽ നിർത്തിയിട്ട് ഇതേ PC ജോർജ് തന്നെ ജനപക്ഷം എന്ന് പറയുന്ന ഒരു പാർട്ടിയെ പിരിച്ചു വിടുന്നതിന് തുല്യമായിട്ട് അങ്ങ് ഇല്ലാതാക്കിക്കൊണ്ട് PC ജോർജ് ഇതിലേക്ക് BJPയിലേക്ക് കയറി. പത്തനംതിട്ട സീറ്റ്, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പത്തനംതിട്ട സീറ്റ് മുന്നിൽ കണ്ടുകൊണ്ട് മാത്രമാണ് ഈ ചാട്ടം ചാടിയെന്ന് കോമൺ സെൻസ് ഉള്ള എല്ലാവർക്കും അറിയാം. ഇതാണ് PC ജോർജ്. ഈ നിലപാടില്ലാത്ത PC ജോർജിന്റെ വാക്കാണ് ഈ പറയുന്നില്ല 4.5 കോടിയോളം രൂപ എന്ന് പറയാം. 5 ലക്ഷം രൂപയുടെ കുറവേ ഉള്ളൂ 4.5 കോടിക്ക്. എല്ലാ മണ്ഡലത്തിലേക്കും വന്നു 40 ലക്ഷം രൂപയെ മുടക്കാൻ പാടുള്ളൂ എന്ന് നിയമമുണ്ട്, ചട്ടമുണ്ട്. ഓരോ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വെക്കുന്നതിന് നിർദ്ദേശമുണ്ട്. അതായത് അതിൽ ഇത്രയും ഉപയോഗിക്കാൻ പാടുള്ളൂ ഒരു തെരഞ്ഞെടുപ്പിൽ. അങ്ങനെ ഒരു ചട്ടം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പോലും എന്തിനാണ് ഒരു മണ്ഡലത്തിലേക്ക് 4.5 കോടി രൂപ എന്തിന് പുഷ് ചെയ്തു അല്ലെങ്കിൽ പമ്പ് ചെയ്തു? ഇതൊരു ചോദ്യമാണ്. PC ജോർജ് പറഞ്ഞത് ശരിയായാലും തെറ്റായാലും ശരി, ഇവിടെ പൈസ വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം കുരിക്കാട് അടിച്ചുകൊണ്ട് പോയോ, പിന്നെ ഇനിയല്ല താഴെ തട്ടിലുള്ള നേതാക്കന്മാർ അടിച്ചുകൊണ്ട് പോയോ, അല്ലെ മേൽത്തട്ടിലുള്ള നേതാക്കന്മാർ അടിച്ചുകൊണ്ട് പോയോ, അതൊന്നും അറിയില്ല. പക്ഷേ ബൾക്ക് എമൗണ്ട് പൂഞ്ഞാർ മണ്ഡലത്തിലേക്ക് മാത്രം പമ്പ് ചെയ്യപ്പെട്ടു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പല A ക്ലാസ് മണ്ഡലങ്ങളും, പലര് A ക്ലാസ് മണ്ഡലം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ BJPക്ക് ജയിക്കാൻ സാധ്യതയുള്ളൂ. ഇപ്പം ലോക്സഭ തെരഞ്ഞെടുപ്പാണെങ്കിൽ പത്തനംതിട്ട മണ്ഡലത്തെ ഒരു A ക്ലാസ് മണ്ഡലമായിട്ടാണ് കാണുന്നത്. അപ്പൊ A ക്ലാസ് മണ്ഡലം പത്തനംതിട്ട മണ്ഡലത്തിലേക്ക് എത്ര കോടിയായിരിക്കും ഒഴുകുക? ഈ പറയുന്ന പോലെ BJPയെ സംബന്ധിച്ചിടത്തോളം ഫണ്ട് തിരിമറി കേരളത്തിൽ നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ധാരാളമായി ഫണ്ട് ഇറങ്ങിയിട്ടുണ്ട്, ധാരാളമായി ഫണ്ട് വന്നിട്ടുമുണ്ട്. ഈ വന്ന ഫണ്ടൊക്കെ കൂടെയും ഇതിന്റെ ഇടനില നിൽക്കുന്ന അല്ലെങ്കിൽ ബൂത്തിന്റെയോ അല്ലെങ്കിൽ ഇതിന്റെ ചുമതലയുള്ള 39,000 രൂപ ഓരോ ബൂത്തുകൾക്ക് കൊടുക്കണമെന്നായിരുന്നു ഉദ്ദേശം. ഇതൊന്നും കൊടുത്തിട്ടില്ല എന്ന് പറയുന്നു. അപ്പൊ ഈ പൈസയൊക്കെ എവിടെ പോയി? ആര് ഈ പൈസ മോഷ്ടിച്ചെടുത്തു? അപ്പം സ്വാഭാവികമായിട്ടും ഇതിന്റെ ഇടനില നിന്ന പല ആളുകളും ഈ ഫണ്ട് തട്ടിച്ചിട്ടുണ്ട്. അത് വസ്തുതയാണ്. ആ വസ്തുത PC ജോർജ് വിളിച്ചു പറഞ്ഞു. PC ജോർജ് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ PCക്ക് അബദ്ധം മനസ്സിലായത്
താൻ ഇനി എങ്ങോട്ട് പോകാനാ? തന്റെ മോൻ ഷോൺ ജോർജ് ആണെങ്കിൽ BJP-യുടെ വലിയ നേതാവുക. തന്റെ മോനാണ് ഇപ്പം പല വിവാദങ്ങളുടെയും കേസ് കൊടുത്തോണ്ടിരിക്കുന്നത്. അപ്പൊ ഇതെല്ലാം കൂടെ ആയിക്കഴിഞ്ഞപ്പോ സ്വാഭാവികമായിട്ട് PC ജോർജിനെ നോക്കിച്ചാൽ ചെയ്ത് വലിയ അബദ്ധമായി പോയി എന്ന് മനസ്സിലായി. എന്നിട്ട് ഏറ്റവും അവസാനം എനിക്കൊരു തന്തയുള്ളതൊക്കെ PC ജോർജ് പറഞ്ഞിട്ടൊക്കെ ഉണ്ട്. എന്നുവെച്ചാൽ താൻ നിലപാടിന്റെ രാജാവാണ്. അതായത് മറ്റേ BJP പാർട്ടി വിടുമോ എന്നുള്ള ഒരു സ്വാഭാവികമായിട്ട്, കാരണം ഇപ്പൊ അവർക്ക് സ്വന്തം പാർട്ടിക്കെതിരെ നിൽക്കുമ്പം എന്നാൽ പിന്നെ സ്വാഭാവികമായിട്ടൊരു സംശയം തോന്നുമല്ലോ, ഇറങ്ങി പോകാനുള്ള ഉദ്ദേശമാണോ എന്ന്. അപ്പൊ അത് മാധ്യമങ്ങൾ ചോദിച്ചു. അത് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് എന്നെ എനിക്ക് നേരെ ആക്രമണം ഉണ്ടായപ്പോൾ എന്നെ രക്ഷിക്കാൻ RSSകാരും BJP പ്രവർത്തകരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ സ്നേഹത്തിന്റെ പുറത്താണ് ഞാൻ BJP-യിലോട്ട് എത്തിയത്. അപ്പൊ ഇനി ഞാൻ പാർട്ടി വിടാൻ ഉദ്ദേശിക്കുന്നില്ല, എനിക്ക് ഒറ്റ തന്തേ ഉള്ളൂ. എന്തുകൊണ്ടാ പാർട്ടി വിട്? പിന്നെ ആക്രമണം ഉണ്ടായത് എന്തുകൊണ്ടാണെന്നറിയാം. ആക്രമണം ഉണ്ടായത് ഈ ജനപക്ഷത്തിരുന്നുകൊണ്ട് അന്ന് നാട്ടിലെ ന്യൂനപക്ഷക്കാരുടെ എല്ലാം വോട്ട് മേടിച്ച് MLA ആയി. പച്ചയ്ക്ക് പറഞ്ഞ പിന്നീട് അവരെ നോക്കി മുണ്ടുകൊണ്ട് പൊക്കി കാണിച്ചു. പച്ചയ്ക്ക് പറഞ്ഞു ഇതാണ് PC ജോർജ് ചെയ്ത പരിപാടി. പിന്നെ ആ നാട്ടിലെ ആൾക്കാരെ ഉപദ്രവിക്കാതിരിക്കുന്നു. അവര് പിന്നെ അവിടുത്തെ ന്യൂനപക്ഷക്കാരുടെ വോട്ട് മേടിച്ചിട്ട് ന്യൂനപക്ഷക്കാരെല്ലാം കൊള്ളരുതാത്തവന്മാരാണെന്നും ന്യൂനപക്ഷക്കാരും മറ്റവന്മാരാണെന്നും പറഞ്ഞുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ ആരാണ് ഈ PC ജോർജിനെ വകവെക്കുന്നത്? തല്ലിക്കൊന്നില്ലല്ലോ അതിശയം. തമാശയല്ല. അവിടെ ഉള്ള ആൾക്കാർ അവര് പിന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടന്നാ പിന്നെ എന്ത് ചെയ്യണം? അവര് പൂവിട്ട് പൂജിക്കണം. PC ജോർജിന്റെ പ്രശ്നം എന്താണെന്ന് അറിയാം. എല്ലാവരും നമ്മൾ പൊതുവിൽ പറയുന്ന പോലെ എല്ലാവരും മഴയുള്ള സമയത്ത് എല്ലാവരും കുടയും പിടിച്ച് വടക്കോട്ട് പോകുമ്പോൾ PC ജോർജ് മഴയുള്ള സമയത്ത് കുടയില്ല തെക്കോട്ട് പോകും. ആ സ്വഭാവം എന്ന് വെച്ച് കഴിഞ്ഞാല് പിന്നെ ഞാൻ മറ്റുള്ളവര് എന്താ പറയുന്ന അനുസരിച്ചല്ല, എനിക്കൊരു രീതിയുണ്ട്. പക്ഷേ ഒരു പൊതു രീതിക്ക് അനുസരിച്ച് പോവാന്നുള്ളതാണ് എല്ലാവരുടെയും ശീലം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മഴയുള്ള സമയത്ത് എല്ലാവരും ഒരു വഴിക്ക് പോവാ. നമ്മളെല്ലാവരും എന്ത് ചെയ്യും? കുട ചൂടി ആ പോകുന്ന വഴിക്ക് പോവും അല്ലേ? ഇതങ്ങനെയല്ല. കുട ഇല്ലാതെ തെക്കോട്ട് നടക്കും. എന്ന് വെച്ചാൽ എന്താ, ഞാൻ വ്യത്യസ്തനാണ്. ഇപ്പൊ നമ്മള് പിന്നെ ദിലീപ് മഞ്ജുവാര്യർ വിഷയം വന്ന സമയത്ത് പുള്ളി നിൽക്കുന്നത് ദിലീപിന്റെ കൂടെ. ഒരു പീഡന കേസ് ഉണ്ടായി കഴിഞ്ഞാൽ പുള്ളി നിൽക്കുന്നത് പിന്നെ ഇരയ്ക്കൊപ്പമല്ല, വേട്ടക്കാരനൊപ്പം നിൽക്കുന്ന ഒരാളാണ്. അത് പല സമയങ്ങളിലെ നമുക്ക് മനസ്സിലായ കാര്യമാണ്. എന്ന് വെച്ചാൽ PC ജോർജ് എന്ന് പറയുന്ന ഒരു നേതാവിനെ സംബന്ധിച്ചിടത്തോളം ഞാനാണ് ഇവിടുത്തെ എന്തോ വലിയ സംഭവം, ഞാനാണ് ഇവിടുത്തെ ആള്, ഞാൻ പറയുന്ന പോലെ കാര്യം. ഇത് BJP ആയതുകൊണ്ട് പിടി വീഴും. പുള്ളി വിചാരിച്ചെന്തോന്നറിയാം, എന്നാ BJP വിട്ട് ഉടനെ അടുത്ത പാർട്ടിയിലേക്ക് പോകും. പിന്നീട് മനസ്സിലായത് അടുത്ത സമയത്തൊന്നും ഇലക്ഷൻ ഇല്ല, എങ്ങനെയെങ്കിലും ഇതിനകത്ത് കടിച്ചു തൂങ്ങി കിടന്നേ പറ്റുള്ളൂ എന്ന് പറയുന്ന ഒരു തോന്നൽ PC ജോർജിനുണ്ട്. അതുകൊണ്ടാണ് ഇപ്പൊ മാറ്റി പറയുന്നത്. അപ്പം പിന്നെ എന്നിട്ട് RSSകാരും മറ്റവരുമാണ് എന്നെ രക്ഷിച്ചത്. രക്ഷിച്ചതിൽ എന്തായിരുന്നാലും വലിയ രക്ഷയൊന്നും ഇല്ല. സത്യം പറഞ്ഞ PC ജോർജിനെ സംബന്ധിച്ചിടത്തോളം കേരള രാഷ്ട്രീയത്തിലെ ഒരു വനവാസക്കാലത്താണ്, വനവാസത്തിലാണ്. അതിന്റെ അക്ഷരാർത്ഥത്തിൽ പറഞ്ഞ PC ജോർജ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ നേതാവിന്റെ രാഷ്ട്രീയ ഭാവി അടഞ്ഞു. അത് ഇനിയും വല്ല TV ഷോയ്ക്കകത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും സീരിയലിനകത്തോ വല്ല ഏതെങ്കിലും സിനിമയ്ക്കകത്തോ അങ്ങാണോ അവസരം കിട്ടി അഭിനയിച്ചു പോവാം. അല്ലാതെ കേരള രാഷ്ട്രീയത്തിൽ ഇനി PC ജോർജിന് മടക്കമില്ലെന്നേ. ഇനി ജയിക്കാനും പോകുന്നില്ല. ഒരിടത്ത് പോലും ഇനി PC ജോർജ് സ്ഥാനാർത്ഥിയായിട്ട് BJP ടിക്കറ്റിൽ മത്സരിച്ച് ജയിക്കത്തില്ല. അല്ലെങ്കിൽ ഇനി PC ജോർജ് ആരാന്ന് അറിയാൻ വയ്യാത്ത സ്ഥലത്ത് എവിടെയെങ്കിലും കൊണ്ടുവന്നത് UDF-ന്റെ LDF-ന്റെ ടിക്കറ്റ് മത്സരിപ്പിക്കണം. അവിടെയും കൊണ്ടൊന്ന് BJP ടിക്കറ്റ് മത്സരിപ്പിച്ച PC ജോർജ് ജയിക്കത്തില്ല. അവിടെ മുഖം നോക്കാതെ വോട്ട് ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന കുറെ UDF LDF ഉള്ള സ്ഥലത്ത് മാത്രമേ PC ജോർജ് ഇനി ജയിക്കൂ. അതിന്റെ അർത്ഥം PC ജോർജ് എന്ന് പറയുന്ന ഒരു നേതാവിന്റെ രാഷ്ട്രീയ ഭാവി ഇല്ലാതെയായി, തകർന്നു, തീർന്നു. എന്തുകൊണ്ടാണെന്നറിയുമോ? ഒരു നിലപാടുണ്ടാവണം. ഇപ്പൊ ഈ പറഞ്ഞാൽ എനിക്ക് ഒരു തന്തയുള്ളെന്ന് പറഞ്ഞില്ലേ, പക്ഷെ PC ജോർജ് കാണിച്ചൊക്കെ എങ്ങനെയാ? പിന്നെ UDF-നൊപ്പം, പിന്നെ LDF-നൊപ്പം, മാണി സാറിനൊപ്പം, ജോസഫിനൊപ്പം, ജനപക്ഷം കൊണ്ടുവന്ന് NDA കൊണ്ടുവന്ന് എന്നിട്ട് ഏറ്റവും അവസാനം ജനപക്ഷം പിരിച്ചു വിട്ടിട്ട് BJP. എത്ര ചാട്ടോ ചാടിയത്! ഇതിനിടയിൽ ഒരു വലിയ കള്ളത്തരം കൂടെ പറഞ്ഞു. ഉമ്മൻചാണ്ടി പോലും അറിയാൻ വയ്യാത്ത, നമ്പിനാരായണൻ അറിയാൻ വയ്യാത്തൊരു വലിയ കള്ളത്തരം. ഉമ്മൻചാണ്ടി അയാളുടെ കയ്യിൽ PC ജോർജിന്റെ കയ്യിൽ 10 ലക്ഷം രൂപ കൊടുത്തുവിട്ടിട്ടുണ്ട് അത്രേ അവിടെ കൊണ്ട് നടക്കാൻ. നമ്പിനാരായണന് നഷ്ടപരിഹാരമായിട്ട് കൊടുക്കാൻ അയാളുടെ കയ്യിലാണ് അത്ര പൈസ കൊടുത്തു വിട്ടത്. ഇങ്ങനെയുള്ള കള്ളത്തരമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്നിട്ട് ഏറ്റവും ഉമ്മൻചാണ്ടി വിളിക്കുക, ആരെപ്പോ എങ്ങനെ, ഞാനും ചെയ്തില്ലല്ലോ. ഇതൊക്കെയാണ് PC ജോർജിന്റെ പ്രശ്നം. അതുകൊണ്ട് PC ജോർജിനെ സംബന്ധിച്ചിടത്തോളം BJP-ക്കാർക്ക് സത്യം പറഞ്ഞാൽ PC ജോർജിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു. ഈ രാജീവ് ചന്ദ്രശേഖരനാഥാണെങ്കിലും അല്ലെങ്കിൽ ആർക്കാണെങ്കിലും ആ ഒരു വിശ്വാസം നഷ്ടപ്പെട്ടു. ആ വിശ്വാസം നഷ്ടപ്പെട്ടുകൊണ്ട് തന്നെ PC ജോർജ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ നേതാവിന്റെ രാഷ്ട്രീയ ഭാവി ഇല്ലാതെ ഇനി എവിടെയെങ്കിലും മുക്കിലും മൂലയിലും ഇരുന്ന് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. കുറച്ചുകൂടെ കഴിയുമ്പോൾ നാട്ടുകാർ കല്ലെറിഞ്ഞ് തുടങ്ങുമ്പോൾ സോക്കേടങ്ങ് തീരും. അതാണ് ഇനി ഉണ്ടാകാൻ പോകുന്ന PC ജോർജിന്റെ രാഷ്ട്രീയ ഭാവി എന്ന് പറഞ്ഞാൽ. കോൺഗ്രസിനെ ചൊറിയാനും CPM-നെ ചൊറിയാനും ഇനിയിപ്പം
എന്നിട്ട് ഇവരെല്ലാം ചൊറിഞ്ഞു കൊടുത്തു. CPM-നും ചൊറിഞ്ഞു, കോൺഗ്രസിനെയും ചൊറിഞ്ഞു. ഇപ്പൊ അവർക്ക് ഒന്നും ബാധകമല്ലാത്തതുകൊണ്ട് സ്വന്തം പാർട്ടിക്കാനായിട്ട് ചൊറിയാൻ നോക്കുക. അതുകൊണ്ടാണ് അവര് തിരിച്ചടിച്ചു തുടങ്ങി. ഇനിയും ഇതും കൂടെ പോയാൽ പിന്നെ PC എന്ത് ചെയ്യും? PC ജോർജിന് ഒന്നും ചെയ്യാനില്ല. വീട്ടിൽ ഇനിയിപ്പോ ഇടയ്ക്ക് വെള്ളം കയറി എന്ന് പറഞ്ഞ പ്രളയത്തിൽ, ഇനി അതെല്ലാം തൂത്ത് ഉടച്ചൊക്കെ ഇരിക്കാം. അല്ല വേറൊരു പരിപാടിയും PC ജോർജിനെ കൊണ്ട് ഇനി കൊള്ളത്തില്ല. ആണ് വാസ്തവം.